നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് എക്കണോമിക്സ് ആണ്. ഇനി എന്താണ് എക്കണോമിക്സ്? എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്? പണപരമായുള്ള കാര്യങ്ങൾ, ഗവൺമെന്റ് പോളിസികൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകൾ, ഇതൊക്കെയാണോ? അതിനപ്പുറത്തേക്ക് എക്കണോമിക്സ് എന്താണ് എന്ന് ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം എക്കണോമിക്സ് എന്ന ഒരു സബ്ജക്റ്റ് മനുഷ്യ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം തന്നെ മനുഷ്യൻ ഡേ ടു ഡേ ലൈഫിൽ നിരന്തരം എക്കണോമിക്സ് എന്ന ഒരു സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഇത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ വിലപ്പെട്ടതാണ്. ഇനി നമുക്ക് എക്കണോമിക്സിലേക്ക് കടക്കാം. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തേണ്ട ഒരു വലിയ എക്കണോമിക്സ് ആണ് ആഡം സ്മിത്ത്. അദ്ദേഹമാണ് എക്കണോമിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ആഡം സ്മിത്ത് 1776 ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനിലൂടെയാണ് എക്കണോമിക്സ് എന്ന ഒരു സബ്ജക്റ്റ് വേൾഡ് അംഗീകരിക്കപ്പെടുന്നത്. ഇതിനുശേഷം ഒരുപാട് എക്കണോമിക്സ് നമ്മുടെ എക്കണോമിയിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് വരികയുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആഡം സ്മിത്തിലൂടെയാണ് എക്കണോമിക്സ് എന്താണ് എന്ന് ലോകം അറിഞ്ഞു തുടങ്ങിയത്. ഇനി എക്കണോമിക്സിന്റെ മറ്റൊരു ഡെഫിനിഷനുമായിട്ടാണ് ലയണൽ റോബിൻസ് വന്നിട്ടുള്ളത്. 1936 ലയണൽ റോബിൻസ് അദ്ദേഹത്തിന്റെ ഒരു പബ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിനെ, സ്കേഴ്സ് റിസോഴ്സസ് ആൻഡ് അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സുമാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാം അല്ലെങ്കിൽ തൃപ്തികരമാക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിലൂടെ ലോകം അറിഞ്ഞത്. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട 2 തരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പലതരത്തിലും നമുക്ക് ഏതൊരു കാര്യവും പലതരത്തിൽ അവതരിപ്പിക്കാം. ഇതിന്റെ 2 പ്രധാനപ്പെട്ട തരങ്ങളാണ് മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയുന്നത്. ഇത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റാഗ്നർ ഫ്രിഷ് ആണ്. നമുക്ക് ഒരു കാര്യത്തെ ഏത് രീതിയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. ചെറിയ രീതിയിലോ വലിയ രീതിയിലോ അവതരിപ്പിക്കാം. എന്തുകൊണ്ടെന്നാൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള വൈഡ് സബ്ജക്റ്റ് ആണ്. ഇനി നമ്മൾ മൈക്രോ ആൻഡ് മാക്രോ എന്ന എക്കണോമിക്സിന്റെ 2 ടൈപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്? റാഗ്നർ ഫ്രിഷ് ആണ് ഇത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട 2 ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ മാക്രോ എക്കണോമിക്സിലേക്ക് കടക്കാം. മാക്രോ എക്കണോമിക്സ് എന്നാൽ എന്താണ്? പൊതുവെ പറഞ്ഞാല് ഓൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കോണമിനെ മുഴുവനായി പഠിക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇത് മൈക്രോയുടെ ഒരു ബേസ് തന്നെയാണ്. മാക്രോ എക്കണോമിക്സ് എന്ന പദം തന്നെ മാക്രോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇനി മൈക്രോയിലേക്ക് വന്നാൽ, മൈക്രോ എന്നാൽ സ്മോൾ അഥവാ ചെറുത് എന്നാണ് അർത്ഥം. മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് മൈക്രോ എക്കണോമിക്സ് എന്ന ഒരു പദം ഉടലെടുത്തിരിക്കുന്നത്. ഇതാണ് മാക്രോ ആൻഡ് മൈക്രോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓരോ ഡിഫറൻസസ്, അതായത് വ്യത്യാസങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് മൈക്രോ എക്കണോമിക്സിന്റെ വ്യത്യാസം. മൈക്രോ എക്കണോമിക്സിനെ നമുക്ക്
പ്രൈസ് തിയറി എന്ന് കൂടി പറയാം. എന്തുകൊണ്ടാണ് ഇതിനെ പ്രൈസ് തിയറി എന്ന് പറയുന്നത്? പ്രൈസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇതിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനെ ഇൻകം തിയറി എന്നാണ് അറിയപ്പെടുന്നത്. മാക്രോ എക്കണോമിക്സ് ഇസ് ഓൾസോ നോൺ ആസ് ഇൻകം തിയറി. എന്തുകൊണ്ടാണ് ഇതിനെ ഇൻകം തിയറി എന്ന് പറയുന്നത്? ഇൻകം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. മൈക്രോ എക്കണോമിക്സിനെ നമ്മൾ പ്രൈസ് തിയറി എന്നും മാക്രോ എക്കണോമിക്സിനെ നമ്മൾ ഇൻകം തിയറി എന്നുമാണ് പറയുന്നത്. അതായത് മൈക്രോ എക്കണോമിക്സിൽ പ്രൊഡക്ഷൻ, കൺസംഷൻ, പ്രൊഡ്യൂസേഴ്സ്, പ്രൈസ് ലെവൽ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നാഷണൽ ഇൻകം, ടോട്ടൽ കൺസംഷൻ, ടോട്ടൽ ഔട്ട്പുട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻകം തിയറി എന്നും മൈക്രോ എക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്നും അറിയപ്പെടുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ യൂണിറ്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് എങ്കിൽ മാക്രോ എക്കണോമിക്സ് വലിയ കാര്യങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ എക്കോണമിയെ മുഴുവനായി എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചാണ് മാക്രോ എക്കണോമിക്സിൽ പറയുന്നത്. നമുക്ക് അടുത്തൊരു വ്യത്യാസത്തിലേക്ക് പോകാം. മൈക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് സ്റ്റഡീസ് ദ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഗവൺമെന്റ് പോളിസീസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം. ഇതിൽ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇങ്ങനെയുള്ള ചില ടേംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡ്യൂസേഴ്സിന്റെ തീരുമാനങ്ങൾ, പ്രൊഡ്യൂസേഴ്സ് നമുക്കറിയാം ഉൽപാദകരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത്. പിന്നെ കൺസംഷൻ, പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു കൺസംഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഉണ്ടായിരിക്കും. ഇതൊരു സൊസൈറ്റിയുടെ പ്രധാന പ്രത്യേകതയാണ്. അത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സിലേക്ക് നമ്മൾ വരുമ്പോൾ വലിയ ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അതായത് നാഷണൽ ആയിട്ടുള്ള കൺസംഷൻ, നമ്മൾ ചെറിയ രീതിയിൽ പറയുമ്പോൾ സാധാരണ ആളുകൾ സാധാരണഗതിയിൽ കൺസംഷൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മുടെ എക്കോണമിയുടെ ഫുൾ അല്ലെങ്കിൽ വോൾ എക്കോണമിയെ കുറിച്ചുള്ള ഒരു പഠനമാണ് മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ. അതായത് കൺസംഷനിൽ നിന്നും ടോട്ടൽ കൺസംഷൻ, അതായത് രാജ്യത്തിന്റെ മുഴുവനായിട്ടുള്ള കൺസംഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട്, ഒരു രാജ്യത്തിന് മുഴുവനായി എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായി വരുന്നു അല്ലെങ്കിൽ വേണ്ടി വരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ പഠിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത ഒരു ഡിഫറൻസിലേക്ക് കടക്കുകയാണ് എങ്കിൽ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇതൊക്കെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിലെ പ്രൊഡ്യൂസേഴ്സിന്റെ തീരുമാനങ്ങള്, കൺസ്യൂമേഴ്സിന്റെ തീരുമാനങ്ങള്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇതിനെയൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് പോളിസീസ്, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. കാരണം ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ, അതായത് ഒരു രാജ്യത്തിന് മുഴുവനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്താം, ഏതൊക്കെ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാം എന്ന് തീരുമാനിക്കുന്നത് തന്നെ നമ്മുടെ സെൻട്രൽ ലെവലിലുള്ള കാര്യങ്ങളാണ്. അതാണ് ഗവൺമെന്റ് പോളിസീസ്. അപ്പോൾ ഗവൺമെന്റ് പോളിസീസ്, സെബി തുടങ്ങിയ കാര്യങ്ങൾക്കാണ് മാക്രോ എക്കണോമിക്സിൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ മൈക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫാക്ടേഴ്സിലൂടെ വലിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി
മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് മാക്രോ എക്കണോമിക് പാരഡോക്സ് എന്ന് പറയുന്നത്. നമ്മൾ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പറയുന്ന മാക്രോ എക്കണോമിക് പാരഡോക്സിനെ കുറിച്ചും മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മൈക്രോയെ കുറിച്ചും മാക്രോയെ കുറിച്ചും പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ചില ലിമിറ്റേഷൻസും കാര്യങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ചില കാര്യങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ പറയുമ്പോൾ അത് ശരിയായി വരാറുണ്ട്. എന്നാൽ അതേ കാര്യം തന്നെ നമ്മൾ മാക്രോ എക്കണോമിക് ലെവലിൽ പറയുമ്പോൾ അത് ശരിയായി വരണമെന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴും ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് എങ്കിൽ, ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ അയാൾക്ക് ഒരു ബണ്ടിൽ ഓഫ് നോട്ട് അല്ലെങ്കിൽ ഒരു കെട്ട് പണം വഴിയിൽ കിടന്ന് കിട്ടി എന്ന് കരുതുക. അപ്പൊ അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അയാൾ ഒരുപാട് സന്തോഷത്തിലാവുന്നു, അയാൾ റിച്ച് ആയി മാറുന്നു. എന്നാൽ അതേ സമയം നമ്മൾ എക്കോണമിയിലെ മുഴുവൻ ആളുകൾക്കും കുറെ നോട്ട്സ് ഗവൺമെന്റ് അച്ചടിച്ച് ഇറക്കി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്ന് കരുതുക. എന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എല്ലാ ആളുകൾക്കും ഒരേപോലെ പണം കയ്യിൽ എത്തുകയും അവിടെ പണത്തിന്റെ മൂല്യം വളരെ കുറയുകയും ഇൻഫ്ലേഷൻ ഹൈ ആവുകയും ചെയ്യുന്നു. ഇത് മറ്റൊരു പ്രശ്നത്തിലേക്കാണ്, എക്കോണമിയിലെ മറ്റൊരു പ്രശ്നത്തിലേക്കാണ് ഇത് കടക്കുന്നത്. അപ്പം എക്കോണമിയെ മുഴുവനായിട്ടും നോക്കുമ്പോൾ ഈ ഒരു കാര്യം ശരിയായി വരണമെന്നില്ല. അത് എക്കോണമിയെ ദോഷകരമായ രീതിയിലാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ മൈക്രോ ലെവലിൽ പറയുമ്പോൾ, സ്മോൾ യൂണിറ്റ്സ് ഓഫ് ലെവലിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വൈസിൽ കിട്ടുകയാണ് എങ്കിൽ അതിന് വലിയൊരു മാറ്റം അല്ലെങ്കിൽ എക്കോണമിക്ക് മാറ്റം വരുന്ന രീതിയിലുള്ളൊരു കാര്യം അവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മൈക്രോ എക്കണോമിക്സിൽ അത് ശരിയാണ്, അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിൽ ചിന്തിക്കുമ്പോൾ അത് ഓരോ മനുഷ്യനും ഓക്കെ ആണ്. എന്നാൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അതൊരു എക്കോണമിയെ ദോഷകരമായ രീതിയിലാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതൊരു വലിയ ലിമിറ്റേഷൻ തന്നെയാണ്. ഈ ഒരു ലിമിറ്റേഷനെയും കാര്യങ്ങളെയൊക്കെ തന്നെയാണ് മാക്രോ എക്കണോമിക് പാരഡോക്സിലൂടെ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സിന്റെ വ്യത്യാസങ്ങളെ പറ്റിയാണ്. ഇനി അടുത്തതായിട്ട് അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് അതിന്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇനി മൈക്രോയിലും മാക്രോയിലും എന്തൊക്കെ സബ്ജക്റ്റ് മാറ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ മൈക്രോ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഡിമാൻഡ് മാർക്കറ്റ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അതിന്റെ സബ്ജക്റ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ജനറൽ പ്രൈസ് ലെവൽ തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മൈക്രോ എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഡിമാൻഡ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണെന്ന്. അപ്പൊ അതില് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. കാരണം ഡിമാൻഡ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രൈസ് ഡിറ്റർമിനേഷൻ, സപ്ലൈസ് ഇൻക്രീസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഡിമാൻഡിനെ അപേക്ഷിച്ചാണ്. അപ്പോ മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഡിമാൻഡ്. ഇതേ ഡിമാൻഡ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിമാൻഡ്, സപ്ലൈസ്, പ്രൊഡക്ഷൻ തുടങ്ങിയ ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള പഠനം തന്നെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾ എക്കോണമിയുടെ ലെവലിലാണ് പഠിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ പോളിസി, ജനറൽ പ്രൈസ് ലെവൽ, മോണിറ്ററി പോളിസി, ഇത്തരം പ്രൊഡക്ഷനെയും ഡിമാൻഡിനെയും എല്ലാം മാനേജ് ചെയ്ത് നിർത്തുന്നത് നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ്. അതായത് നമ്മുടെ എക്കോണമിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചു നിർത്തുന്നത്, ഏതൊരു കാര്യത്തെയും നിസ്സാരമായിക്കൊള്ളട്ടെ വലിയ കാര്യമായിക്കൊള്ളട്ടെ ഏതൊരു കാര്യത്തെയും പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ എക്കോണമിയുടെ മൊത്തത്തിലുള്ള ആ ഒരു കൺട്രോളിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെയാണ് നമ്മുടെ മാക്രോ എക്കണോമിക് ലെവലിലേക്ക് വരുമ്പോൾ പറയുന്നത്. അപ്പൊ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നമ്മൾ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അതിൽ പഠിക്കുന്നത് ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ജനറൽ പ്രൈസ് ലെവൽ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മാക്രോ എക്കണോമിക്സിലെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. കാരണം
ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലാണ് ഇവയെ ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് മാക്രോ എക്കണോമിക് ലെവലിൽ നമ്മൾ പഠിക്കുന്നത്. അത് തന്നെയാണ് ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ജനറൽ പ്രൈസ് ലെവൽ കാര്യങ്ങളുമെല്ലാം നമ്മൾ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെറിയ ചെറിയ യൂണിറ്റ്സിലേക്കുള്ള കാര്യങ്ങളിലേക്കും അതിന്റെ തീരുമാനങ്ങളിലേക്കുമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അതായത് ഓരോ ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഓരോ ഫേംസിന്റെയോ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തിന്റെ? മൈക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ഒരു ഫേമിന്റെയോ ഇൻഡിവിജ്വലിന്റെയോ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. അതേസമയം അത് മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോഴോ ഒരു നാഷണൽ ഇൻകത്തെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് അത് മാറുന്നു. അതായത് എല്ലാ ആളുകളുടെയും ഒരു നാഷണൽ ലെവലില് അല്ലെങ്കിൽ ഒരു നേഷനിലുള്ള എല്ലാ ആളുകളുടെയും ഇൻകത്തെ മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ഇൻകത്തെ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വലിയ എക്കോണമിയുടെ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.